ഹലോ, നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് തമിഴ്നാട്ടിലേക്കാണ്. നമ്മുടെ കേരളവും തമിഴ്നാടും തമ്മിലുള്ളൊരു ബോർഡറാണ് ഇപ്പം കണ്ടത്. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുവാണെങ്കിൽ അതിൽ ചെക്കിംഗ് ഒന്നും ഇല്ലായേ. ഇപ്പം ആൺകുട്ടികളൊക്കെ തന്നെ പോകുവാണെങ്കിൽ ചെക്കിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് വഴി. ഏകദേശം നല്ല വളവും ചെരുവും നല്ല പൊടിയൊക്കെ ഉണ്ടോ. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞിങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഒരു വലിയ വണ്ടി കണ്ടല്ലോ, ഇത് പോകുന്നത് മധുരയിലേക്കാണ്. മധുര അമ്പലത്തിലേക്ക് പോകുന്ന വണ്ടിയാണത്. നമ്മൾ നേരെ പോകുന്നത് കമ്പത്തിലേക്കാണ്. നല്ലൊരു വെയിലും, ഈ വെയിലിന് ചൂടൊന്നുമില്ല കേട്ടോ, നല്ലൊരു തണുത്ത കാറ്റൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് കണ്ടോ, ഇതൊക്കെ മുഴുവൻ കൃഷിയാണ്. കൃഷിയല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഇപ്പോൾ ആൾക്കാർ താമസിക്കുകയാണെങ്കിൽ ഇവർ ഒരുമിച്ച് താമസിക്കും, അല്ലാതെ കൃഷി ചെയ്യുകയാണെങ്കിൽ പിന്നെ ഫുൾ അങ്ങോട്ട് കൃഷി തന്നെയാണ്. കണ്ടത് മുഴുവനും പാടങ്ങളൊക്കെയാണ്. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നത് കണ്ടോ, ഇതൊക്കെ മുഴുവൻ പുളിമരമാണ്. ഫുള്ള് പുളിയാണ്, വഴി മുഴുവൻ ഇങ്ങനെ പുളിമരമാണ്. നല്ല രസമുണ്ട് കണ്ടോ, ഇതൊക്കെ പുളിമരമാണ് ഈ നിൽക്കുന്നത്. പോകുന്ന വഴിക്ക് കുറേ കൃഷിക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു ട്രാക്ടറൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നല്ല രസം. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഫുള്ള് കൃഷിയൊക്കെയാണല്ലോ. വീണ്ടും അടുത്തത് ഇത് തെങ്ങിൻ തോപ്പാണ്. ഫുള്ള് ഇത് മുഴുവൻ ഇങ്ങനെ തെങ്ങിൻ്റെ തോപ്പാണ്. കുറേ ഉണ്ട് കേട്ടോ, അങ്ങോട്ടും ഒക്കെ ആയിട്ട് ബാക്കിലേക്കൊക്കെ ഒരുപാടുണ്ട്. ഫുള്ളിങ്ങനെ തെങ്ങിൻ തോപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ചെടുത്ത് വീടൊക്കെ കാണുന്നുണ്ട്. കണ്ടോ, നമ്മളിപ്പോൾ അങ്ങനെ എത്താറായിട്ടുണ്ട്. ബോർഡറിൽ നിന്നും ഏകദേശം ഒരു അരമണിക്കൂർ ദൂരമുണ്ട് ഈ കമ്പത്തിലേക്ക്. ഒരു ഓട്ടോ പോണ നോക്കിക്കേ, അതിൻ്റെ ബാക്കിലൊക്കെ ആൾക്കാരാണ്. എന്ത് സന്തോഷത്തിലിരുന്ന് പോകുന്നത് നോക്കിക്കേ. ആ ചേട്ടന്മാരെ എനിക്ക് ടാറ്റ തരുമായിരുന്നേ. നമ്മുടെയൊക്കെ നാട്ടിലായിരിക്കണേ, എപ്പോൾ പെറ്റി അടിച്ചെന്ന് കേട്ടാൽ മതി. ഇതേ പോണു ബാക്കി. ഇവിടെ ഫുൾ ഇങ്ങനെയാണ്. അവർക്കൊന്ന് ട്രാവൽ ചെയ്താൽ മതി. അങ്ങനെ 2 പേരെന്നോ 3 പേരെന്നോ അങ്ങനെയൊന്നുമില്ല. എത്ര പേര് കയറാൻ പറ്റുമോ അത്രയും പേരൊക്കെ ആയിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പണ്ട് കാലത്തിലൊക്കെ നമുക്ക് കുറച്ച് പേര് നടക്കാറുണ്ട്. ഇങ്ങോട്ട് കണ്ടോ, നല്ല വെയിലൊക്കെയാണ്. പക്ഷേ എനിക്കധികം ചൂടൊന്നും തോന്നുന്നില്ല. പിന്നെ ഇവിടെ തന്നെ കുറേ കടകളുണ്ട് കണ്ടോ. അവിടുന്ന് പറിക്കുന്ന ആ ഒരു ഗ്രേപ്സ് ഇവിടെ കൊണ്ടുവന്നിട്ട് ജ്യൂസായിട്ടും സ്ക്വാഷായിട്ടും അങ്ങനെയൊക്കെ വിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഐസ്ക്രീം ഒക്കെ ഉണ്ട്. ഹലോ, എങ്ങോട്ട് നോക്കിയാലും മുന്തിരിയുള്ള അപ്പറയും ഇപ്പറയും എല്ലായിടത്തും. ഇത് കണ്ടോ, ഇതൊരു മുന്തിരിപ്പാടമായിരുന്നു. ഇത് ഫുള്ളിങ്ങനെ പറിച്ച് കളഞ്ഞേക്കാണ്. അതായത് മുന്തിരിയൊക്കെ പറിച്ചതിന് ശേഷം ഫുൾ അവരിങ്ങനെ ക്ലിയർ ചെയ്തിട്ട് നിർത്തിയേക്കാണ് അടുത്തത് നടാൻ വേണ്ടിയിട്ട്. ഇപ്പം അത് പ്ലെയിനായിട്ട് കിടക്കുകയാണ്. കണ്ടോ, കുറേ ഉണ്ട്. ഏക്കർ കണക്കിന് സ്ഥലമാണ്. നല്ലൊരു കാറ്റും ഉണ്ട്. അതുകൊണ്ട് നടക്കുന്നത് നമ്മളങ്ങനെ വലിയ ക്ഷീണമൊന്നും അറിയില്ല. കുറേ ആൾക്കാരുണ്ട് കേട്ടോ, നമ്മുടെ മുമ്പിലും ബാക്കിലൊക്കെ ആയിട്ട് കുറേ ആളുകൾ പോകുന്നുണ്ട്. കുട്ടികളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇതൊരെണ്ണം മുന്തിരിയൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ്. ഇത് കണ്ടോ, ഫുള്ള് അങ്ങോട്ട് മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ നടന്ന് എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. കുറേ പിള്ളേരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാക്കരി വീട്ടിൽ ഭയങ്കര ഒച്ചലകളാണ്. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് വന്നേക്കുന്നത് മെയ്സ് പാടത്തിലേക്കാണ്. അപ്പം നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയിട്ട് പോകാം. നിറയെ ഇങ്ങനെ മെയ്സാണ്, എങ്ങോട്ട് നോക്കിയാലും. അതായത് കണ്ണെത്താ ദൂരെന്ന് പറയില്ലേ, അതേപോലെയാണ്. കണ്ടോ, എന്ത് രസമാണല്ലേ. ഇത് റോഡ് സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ വേണ്ടവർക്കൊക്കെ വരുമ്പോൾ ഇത് ഇറങ്ങി കണ്ട് ഫോട്ടോയൊക്കെ എടുക്കാവേ. ഒരുപാടുണ്ട് കേട്ടോ, നിറയെ ഇതാണ് നിൽക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ ഓർക്കുമായിരുന്നു എന്തോരം ആൾക്കാരെ, എത്ര ദിവസത്തെ കഷ്ടപ്പാടായിരിക്കുമല്ലോ ഇതിങ്ങനെ നിൽക്കുന്നത് അല്ലേ. ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. എല്ലാം ഒരേ ലെവലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ, അത് ഇത്രയും ഏക്കർ കണക്കിന് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എത്ര ആളുകളുടെ എത്ര ദിവസത്തെ കഷ്ടപ്പാടായിരിക്കും അല്ലേ. നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാവേ. ഈ 2 പാടത്തിൻ്റെ നടുവിലായിട്ട് നമുക്കിങ്ങനെ നടക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങ് വരെ നടക്കാം. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. കണ്ടോ, ഇത് മാത്രമേ ഉള്ളൂ അങ്ങ് വരെ. എന്തൊരു ഭംഗിയാണല്ലേ. എനിക്കാണെങ്കിൽ ഇവിടുന്ന് വരാനേ തോന്നുന്നില്ലായിരുന്നു. എനിക്ക് മുന്തിരിപ്പാടത്തേക്കാളും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നേ.
ഇവിടെ പിന്നെ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയേ. എൻ്റെ മമ്മിയും അനിയനൊക്കെ ഇതാ ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണേ. ഇവിടെ പിന്നെ കടയൊന്നുമില്ല കേട്ടോ. എന്ത് രസമാണല്ലോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഒരു കുഞ്ഞ് അരിമണിയൊക്കെ പോലെ ഇരിക്കുന്നു. ഞാനാണെങ്കിൽ ഇതിൻ്റെ തൂക്കിലും തലോടലൊക്കെ ആയിട്ട് ഇതിൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഏകദേശം ഒരു ഒന്നര മാസം ഒക്കെ എടുക്കുന്നതാണ് പറഞ്ഞത് മുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ അതിലോരോന്നിലിങ്ങനെ പിടിച്ചൊക്കെ നോക്കിയിട്ട് ഞാൻ പോരുകയാണ് ചെയ്തത്. ഒടിച്ചൊന്നും എടുത്തില്ല കേട്ടോ. അതവിടെ നിന്ന് മൂക്കട്ടെ, വെറുതെ ഇപ്പോൾ ഒടിച്ച് കളഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതാ ഇത്രയാണ് നമ്മൾ തമിഴ്നാട് കമ്പത്ത് വന്നപ്പോൾ കണ്ട കാഴ്ചകൾ. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടം തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. Thank you for watching.